നമസ്കാരം. ഇന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സൈബർ തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്ന രാജ്യത്തെ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായി കേരളത്തിൽ നിന്ന് കോഴിക്കോടും. പാർലമെൻറ്റിൻ്റെ സ്ഥിരം സമിതിക്ക് മുന്നിൽ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ച ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബംഗളൂരു സിറ്റിയും കോഴിക്കോടുമാണുള്ളത്. 16 ഹോട്ട്സ്പോട്ടുകളാണ് ഇവർ രാജ്യത്ത് ഉള്ളതായി അറിയിച്ചത്. അതിൽ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ബംഗളൂരു സിറ്റിയും കോഴിക്കോടും ഉള്ളത്. ജാർഖണ്ഡിലെ ദേവ്ഗർ, ബീഹാറിലെ നളന്ദ, ഹരിയാനയിലെ നൂഹ്, രാജസ്ഥാനിലെ ആൽവാർ തുടങ്ങിയ സ്ഥലങ്ങളും പട്ടികയിലുണ്ട്. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സ്ഥിരം സമിതിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇത്തരം സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയത്. കേരളത്തിൽ നിന്നുള്ള MP ഹാരിസ് ബീരാനും യോഗത്തിൽ ഉണ്ടായിരുന്നു. ഈ സൈബർ തട്ടിപ്പുകൾ വഴി നഷ്ടപ്പെടുന്ന തുകയുടെ 0.04% പോലും ഉടമകൾക്ക് തിരികെ നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ഹാരിസ് ബീരാൻ ഈ MP യോഗത്തിൽ ഉന്നയിച്ചതായി വിവരമുണ്ട്. സർക്കാർ ഏജൻസികൾ ഇടപെട്ട് ഇത്തരം തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട പണം തടഞ്ഞിടുന്നുണ്ട്. എങ്കിലും നിയമപ്രശ്നങ്ങൾ മൂലം വ്യക്തികൾക്ക് ഈ പണം തിരികെ ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് അദ്ദേഹം ഈ യോഗത്തിൽ ഉന്നയിച്ചതായിട്ടാണ് വിവരം. സൈബർ തട്ടിപ്പുകളിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാം എന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ സോഫ്റ്റ്വെയറുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്യുക. അത് ശക്തമായ ഒരു ആൻറ്റിവൈറസ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. മൂന്നാമതായിട്ടുള്ളത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് ഉപയോഗിക്കുക. നമ്മൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും അതേപോലെ മറ്റേ മൊബൈൽ ബാങ്കിങ് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതിനൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കുക. സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഹാക്കർമാർ അതിലേക്ക് പെട്ടെന്ന് തന്നെ നുഴഞ്ഞു കയറാനും നമ്മുടെ പണം നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. നാലാമതായിട്ട്, നമുക്ക് ലഭിക്കുന്ന ഇമെയിലുകളിലൊക്കെ നമുക്ക് സസ്പീഷ്യസ് ആയിട്ട് സംശയം തോന്നുന്ന ഇമെയിലുകൾ നമ്മൾ ഒരിക്കലും തുറക്കാതിരിക്കുക. അത് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. അഞ്ചാമതായിട്ട്, നമുക്ക് ലഭിക്കുന്ന ലിങ്കുകൾ, അത് ഈവൻ നമുക്ക് മെസ്സേജുകളിൽ പോലും ലിങ്കുകൾ ലഭിക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ടോട്ടൽ കൺട്രോൾ അവരുടെ കയ്യിലെത്തുകയും നമ്മുടെ പണം നഷ്ടമാവുകയും ചെയ്യും. ആറാമതായിട്ട്, നമ്മളൊരിക്കലും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യരുത്. അത് നമ്മുടെ ആധാർ നമ്പർ ആവാം, അതേപോലെ മറ്റു വിവരങ്ങളാവാം. അതെല്ലാം നമ്മുടെ പണം നഷ്ടപ്പെടുന്നതിലേക്കായിരിക്കും ചെന്നെത്തുക. ഏഴാമതായിട്ട്, നമ്മളെപ്പോഴും നമ്മുടെ കമ്പനികളുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈവൻ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലൊക്കെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടാകും. അത്തരം നിക്ഷേപങ്ങളിൽ നിന്നും എന്തെങ്കിലും മെസ്സേജുകൾ വരികയാണെങ്കിൽ ആ കമ്പനികളുമായിട്ട് നേരിട്ട് ആ ഇഷ്യൂ ചോദിക്കുക. അവർ തരുന്ന മെസ്സേജുകളിൽ ലിങ്കുകളിലും ഒരിക്കലും ക്ലിക്ക് ചെയ്യാതെ എല്ലാം ഡയറക്റ്റായി തന്നെ ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യുക. നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റിൻ്റെ URLകൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഉടനടി അത് ബാങ്കിനെ ബോധ്യപ്പെടുത്തുക. ഇതിനൊക്കെ പുറമെ ഇനി നിങ്ങളൊരു സൈബർ ക്രൈം തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ cybercrime.gov.in എന്ന വിലാസത്തിൽ ഉടൻ തന്നെ മെയിൽ റിപ്പോർട്ട് അയച്ച് ആ ക്രൈം റിപ്പോർട്ട് ചെയ്യുക. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഒപ്പം ഇതേപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.